ഇല്ല, വെളിച്ചം അണഞ്ഞ ഭൂമിയൊന്നുമല്ലിത്. ആത്മാവിനെ ചില നേരങ്ങളിൽ കാർമേഘങ്ങൾ മൂടുമെന്നും കാഴ്ചകൾ മങ്ങുമെന്നതും ശരി തന്നെ. എങ്കിലും ഉള്ളിലെ അഗ്നിയുടെ ചൂടേറ്റും നേരിന്റെ കാറ്റേറ്റും മൂടുപടലങ്ങൾ ഉരുകിയും അകന്നും പോകും. അപ്പോൾ മേഘം പെയ്തു തുടങ്ങുന്നു. ആനന്ദ്, മതിയടാ, ഇനി വന്ന് കിടക്ക്. സമയം എന്തായി? നേരം വെളുക്കാറായി. ഇനി ഉറങ്ങിയില്ലെങ്കിൽ നാളെ നിനക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല. നീ ഇതുവരെ ഉറങ്ങിയില്ലേ? ഉറങ്ങിയോന്നോ? ഒരു സ്വപ്നം കൂടി ഇപ്പൊ കണ്ടേ ഉള്ളൂ. നിനക്ക് ടെൻഷനൊന്നുമില്ലേ? നാളെയല്ലേ എക്സാം? എന്നിട്ടും നാളത്തെ എക്സാം നിനക്കെന്ത് പേടിക്കാൻ? അപ്പൻ അവിടെ ഹോസ്പിറ്റൽ പണി തുടങ്ങിക്കഴിഞ്ഞു. എക്സാം പാസ്സായി നീ അവിടെ ചെല്ലുമ്പോൾ രോഗികളെ പിഴിയാൻ. നമ്മുടെ അവസ്ഥ അതല്ലല്ലോ. എന്തു പറ്റി? എനിക്ക് പോണം. അതിന് ടൈം ആയിട്ടില്ലല്ലോ. ഐ മസ്റ്റ് ഗോ. വാട്ട്സ് ദ പ്രോബ്ലം? അതിന് താനൊന്നും എഴുതിയിട്ടില്ലല്ലോ. ദാറ്റ്സ് എനഫ്. അച്ചായ കുറച്ച് മതി. ഇതെന്താ എല്ലാവരും ഒരു അനക്കം തുടങ്ങ്. അച്ചായന്റെ കൂടെ ഇതുപോലെ ഒന്ന് കൂടിയിട്ട് എത്ര കാലമായി. അച്ചായന് എങ്ങനെ ഒപ്പിച്ചു? അതൊക്കെ പറയാം, നിങ്ങൾ കഴിക്കേ. അച്ചായനല്ലേ ആള്. അച്ചായൻ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലോ. അച്ചായൻ നമ്പർ 1 അല്ലേ? നീ ഇങ്ങെത്തിയോ? മൂത്ത മോനാ, മെഡിസിൻ പഠിക്കുക, 4ാം വർഷം. ഹോസ്പിറ്റലിന്റെ പണി പൂർത്തിയാകാറായി. എന്നിട്ട് വേണം എനിക്കും മോനും കൂടെ കുറെ പണം പാരാൻ. ഭയങ്കര ഒഴിക്കേ. നീ എത്തിയോ? ഇവിടെ എന്താമേ കുടിയും ബഹളമൊക്കെ? എടാ, ഡോക്ടർ ആവാൻ പഠിക്കാന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? കൈ കഴുകിയിട്ട് വേണം വല്ലതും കഴിക്കാൻ. അതുകൂടി നിനക്കറിയില്ല. അമ്മ കാര്യം എന്താന്ന് പറഞ്ഞില്ല. ഏതോ ഒന്നിന്റെ കോൺട്രാക്ട് നിന്റെ ഡാഡിക്ക് കിട്ടിയിട്ടുണ്ട്. വാശിയുണ്ടായിരുന്നേ ആ ഗംഗാധര പണിക്കറുമായിട്ട്. പിന്നെ എന്തൊക്കെയോ എന്തെങ്കിലുമൊക്കെ കാര്യം വേണ്ടടാ കുടിച്ചു കൂത്താടാൻ. ഇന്നലെ എന്തായിരുന്നു മേളം? ഇന്നലെ വരാൻ പറ്റാത്തവരെ ഇന്ന് ട്രീറ്റ് ചെയ്യുന്നതാ. കഴിക്കാനെടുക്ക. നീ ഇന്ന് ഡ്രസ് മാറ്, ഞാനിപ്പോ അങ്ങ് വരാം. നിനക്ക് എക്സാം എങ്ങനെയുണ്ടായിരുന്നു ഫ്രാൻസി? എക്സാം കുഴപ്പമില്ലായിരുന്നിരിക്കണം. പക്ഷെ ഞാൻ എക്സാം എഴുതിയില്ല. അതെന്താ എഴുതാതിരുന്നത്?
നീ ഇവിടെ ഉണ്ടായിരുന്നോ? കുട്ടൻ, നീയല്ല ഒളിഞ്ഞിരുന്ന് കേട്ടല്ലടാ. ചാരൻ. ഇത് ഞാൻ ഡാഡിയോട് പറഞ്ഞു കൊടുക്കും. എന്ത് ചാരൻ എന്ന് പറഞ്ഞതോ? അല്ല, എക്സാം എഴുതാതിരുന്നത്. അരുണി, നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. ചേട്ടൻ വന്നു കയറിയതല്ലേ ഉള്ളൂ. പറഞ്ഞു കൊടുക്കും ഡാഡിയോട്. ഡാഡി വല്ലതും ചോദിച്ചാ നീ തർക്കത്തിലൊന്നും പറഞ്ഞേക്കരുത്. വരട്ടെ, ചോദിക്കട്ടെ. എനിക്ക് ചിലത് പറയാനുണ്ട്. ഹോസ്പിറ്റൽ ബിൽഡിങ്ങിന്റെ പണിക്ക് നല്ല പ്രോഗ്രസ്സാ. എല്ലാവരും ധൃതി വെക്കുക ഉടനെ തുടങ്ങാൻ. ആ, നിന്റെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം കുഴപ്പമില്ലായിരുന്നു. ബട്ട് ഞാൻ എക്സാം എഴുതിയില്ല. അപ്പൊ ഞാൻ കേട്ടത് ഒരു തമാശയായിരുന്നില്ല അല്ലേ? എന്തുകൊണ്ട്? അതാണ് എനിക്കറിയേണ്ടത്. അന്ന് എനിക്കൊരു മ്യൂസിക്കൽ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ഞാനാ വിന്നർ. അവന്റെ ഒരു പാട്ടും കൂത്തും. അതിനാണോ നിന്നെ ഞാൻ കഷ്ടപ്പെട്ട് പണം മുടക്കി പഠിക്കാൻ അയച്ചത്? നിനക്കൊക്കെ വീട്ടിലിരുന്ന് കൊണ്ടുപോവാന്ന് പറഞ്ഞാൽ മതിയല്ലോ. പണം മുടക്കുന്നവന്റെ കഷ്ടപ്പാട് അറിയണ്ടല്ലോ. ഡാഡിക്ക് എപ്പോഴും പണം എന്നൊരു ചിന്തയുള്ളൂ. അതുകൊണ്ടാണല്ലോ വല്യപ്പച്ച മരിച്ചപ്പോ പോലും എന്നൊന്ന് അറിയിക്കുക പോലും ചെയ്യാറുന്നത്. അതറിഞ്ഞ് ഞാൻ വന്ന എക്സാമും മുടങ്ങും, ഡാഡിയുടെ പണവും നഷ്ടം വരും. അവസാനമായി എനിക്ക് എന്റെ വല്യപ്പച്ചനെ ഒരു നോക്ക് കാണാൻ പോലും കഴിഞ്ഞില്ല. നീ പറയുന്ന ഈ വല്യപ്പച്ചൻ എന്റെ അപ്പനാ. അതറിയില്ല നിനക്ക്? നീ എന്റെ മകനും. എനിക്കില്ലാത്ത ദണ്ണം ഇക്കാര്യത്തിൽ നിനക്ക് വേണ്ട. ഞാൻ പറയുന്ന പോലെ നീ അനുസരിക്കണം. എന്റെ ഇഷ്ടമനുസരിച്ച് നീ പ്രവർത്തിക്കണം. അതാണ് നിന്റെ കടമ. പക്ഷെ അന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു ഇത്തവണത്തെ എക്സാം ഞാൻ എഴുതില്ലെന്ന്. അതെന്റെ വാശിയായിരുന്നു. വാശിയോ? എന്നോട് നീ റിവെഞ്ച് ചെയ്യണോ? മോനെ വാ, ഞാൻ നിന്നെ നോക്കി കാത്തിരിക്കേ. എന്റെ മോനെ നിന്റെ സമ്മാനം ഞാനൊന്ന് കാണട്ടെ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നിനക്കായിരിക്കും സമ്മാനമെന്ന്. വല്യപ്പച്ചന്റെ മുറിയിൽ നിന്ന് കിട്ടിയതാ. ഇത് മൂന്നാം സഭക്കാർ ഉപയോഗിച്ചിരുന്നതാ. നിന്റെ വല്യപ്പച്ചനും ഞാനും ഒക്കെ മൂന്നാം സഭക്കാരായിരുന്നല്ലോ. മൂന്നാം സഭക്കാരോ? അതെ, വിശുദ്ധ ഫ്രാൻസിസ് അസീസി അൽമായർക്ക് വേണ്ടി ആരംഭിച്ചതാണ്. വിവാഹ ജീവിതത്തിൽ ഏർപ്പെട്ടുകൊണ്ട് തന്നെ ഫ്രാൻസിസ്കൻ ജീവിത രീതി അനുവർത്തിക്കുന്ന ഒരു സമ്പ്രദായം. അന്തോണി സെമിനാരിയിൽ പോയതായിരുന്നു, പക്ഷേ ദൈവഹിതം അതായിരുന്നില്ല. ഇതൊരിക്കലും വല്യപ്പച്ചൻ ഉപയോഗിച്ച് ഞാൻ കണ്ടിട്ടില്ല. മോനെ, ഭക്തി ഒരിക്കലും പുറമേ കാണിക്കാനുള്ളതല്ല. തന്റെ പാപങ്ങൾക്ക് വേണ്ടി, ലോകത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി ഇതുകൊണ്ട് ഞങ്ങളുടെ ശരീരത്തിൽ പ്രായശ്ചിത്തം ചെയ്യാറുണ്ട്. അന്തോണിയെ കുളിപ്പിക്കുമ്പോൾ ഞാൻ ആ പാടുകൾ അവന്റെ ദേഹത്ത് കണ്ടതാണ്. അതുകൊണ്ട് എന്താ പ്രയോജനം? നീ ഫ്രാൻസിസിനെ വായിച്ചിട്ടുണ്ടോ? അസീസിലെ പുണ്യവാളന്? ഇല്ല. വായിക്കണം, അപ്പോ നിനക്കൊക്കെ മനസ്സിലാവും. വാ. എന്തായാലും പരീക്ഷ എഴുതാതിരുന്നത് നന്നായില്ലെന്ന് ഞാൻ പറയൂ. ചെറിയ ചെറിയ വാശികളൊക്കെ ഈ പ്രായത്തിലെ ഉപേക്ഷിച്ചാലേ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോ അതിലൊരു നന്മയുണ്ടാവും. അതുകൊണ്ട് ഡാഡി പറയുന്ന പോലെ നന്നായി പഠിച്ചൊരു ഡോക്ടറാകാൻ ശ്രമിക്കേ. ഡാഡി പറയുന്ന പോലെ ഒരു ഡോക്ടർ ആവാൻ എനിക്ക് കഴിയില്ല. സർവീസ് അല്ല, എങ്ങനെ പണം ഉണ്ടാക്കലാണ് ഡാഡിയുടെ എയിം. ഈറ്ററും നീയും രണ്ടു ധ്രുവങ്ങളിലാണെന്ന് നിന്റെ വല്യപ്പച്ചൻ എപ്പോഴും പറയുമായിരുന്നു. ഒക്കെ ശരിയാവും. നമ്മൾ വിചാരിക്കുന്ന പോലല്ലോ, ദൈവം വിചാരിക്കുന്ന പോലല്ലേ കാര്യങ്ങൾ. ഏതായാലും നീ ഇതൊന്ന് മനസ്സിരുത്തി വായിക്കേ. അന്വേഷകരാകണം നമ്മൾ. ഏതൊക്കെയോ ചില സത്യങ്ങൾ അന്വേഷിക്കുന്നവർ. കണ്ടുകിട്ടുമെന്ന് ഉറപ്പില്ല, എങ്കിലും നിർത്തിവെക്കരുത്. ഒന്നും നന്നായി വരും. ശരി. കർത്താവേ, എൻ
അങ്ങയുടെ സമാധാനത്തിൻ്റെ ദൂതനാക്കണമേ. വിദ്വേഷമുള്ളിടത്ത് സ്നേഹവും ദ്രോഹമുള്ളിടത്ത് ക്ഷമയും. ഡിയർ ഫ്രണ്ട്സ്, ഇന്നലെ വരെ നമ്മളെപ്പോലെ ജീവിച്ചു നടന്ന ഒരു മനുഷ്യ വ്യക്തിയാണ് ഇന്ന് വെറുമൊരു പരീക്ഷണ വസ്തുവായി നമ്മുടെ മുമ്പിൽ കിടക്കുന്നത്. ആരുടെയോ മകനും സഹോദരനും ഭർത്താവും സുഹൃത്തുമൊക്കെ ആയിരുന്ന ഒരാൾ. ജീവിതമെന്ന് പറയുന്നതിന്റെ അഹങ്കാരം ഇങ്ങനെ ഒരു ജലമായി പോസ്റ്റ്മോർട്ടം ടേബിളിൽ വന്ന് കിടക്കുമ്പോൾ തീരാവുന്നതേയുള്ളൂ. ജനിച്ചാൽ മരിക്കണം. ദാറ്റ്സ് എ നാച്ചുറൽ ലോ, സയന്റിഫിക് ട്രൂത്ത്. ഈ ബോഡി ഇപ്പോ കീറി മുറിച്ച് പരിശോധിക്കാനുള്ള ആകാംക്ഷയിലായിരിക്കും നിങ്ങളെല്ലാവരും. നടക്കട്ടെ, ഞാനായിട്ട് നിങ്ങളുടെ രസം കളയുന്നില്ല. അയ്യോ വേഗം. പിന്നെയും അനങ്ങുന്നു. ഇതെങ്ങനെ? ഐ കാന്റ് ബിലീവ് ഇറ്റ്. ഞാനത് കണ്ടതാണ്. ബട്ട് അതെങ്ങനെ? മരിച്ചുവെന്ന് ഡോക്ടേഴ്സ് വിധിയെഴുതി പോസ്റ്റ്മോർട്ടം ടേബിളിലേക്ക് തള്ളിയ ഒരു മനുഷ്യൻ, അതിന്റെ ഷോക്ക്, ഇറ്റ്സ് എ മിറാക്കിൾ. അതെന്നെ ഇപ്പോഴും അസ്വസ്ഥനാക്കുന്നു. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം എന്റെ പക്കലില്ല. ഒരുപക്ഷെ ഉണ്ടായിരിക്കാം ഒരാളുടെ പക്കൽ. ഞാനൊരു ഈശ്വരവിശ്വാസിയൊന്നുമല്ല. എങ്കിലും പറയട്ടെ, നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈശ്വരന്റെ പക്കൽ മാത്രമായിരിക്കും. ഒന്നും നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഫ്രാൻസി. അതിനൊക്കെ അപ്പുറമാണ് പലതും. മരിച്ച ഒരാൾ ജീവനിലേക്ക് വരുന്നത് ഒരുപക്ഷെ ഒരു അത്ഭുതമാവാം. പക്ഷേ അതിനേക്കാൾ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് നമ്മളൊക്കെ ഈ ഭൂമിയിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. ഒരിടത്ത് ദാരിദ്ര്യം, പകർച്ചവ്യാധികൾ, ഭക്ഷ്യവിഷബാധ. ഈ ലോകം ആകെ അൺബാലൻസ്ഡ് ആണ്. ശരി, വാ പോവാം. യു ആർ പെസിമിസ്റ്റിക്. ശരിയായിരിക്കും, നീ പറഞ്ഞ പോലെയും കാര്യങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ ഒന്നും ഉള്ളിൽ നിന്നും ഇന്നും സ്നേഹം പറ്റിയിട്ടില്ല. നമുക്ക് പരസ്പരം നോക്കി ഹൃദയപൂർവ്വം ചിരിക്കാനും കഴിയുന്നുണ്ട്. തുറന്ന മനസ്സോടെ നിസ്വാർത്ഥമായി ഇറങ്ങി തിരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഈ ലോകത്തുള്ളൂ, എനിക്ക് ഉറപ്പാ. റോഡിലാണോ നിന്റെ പന്തുകളി? നിന്റെ പേരെന്താ? പേര് പറ, എന്നാലേ പന്ത് തരൂ. മോൻ സംസാരിക്കില്ല. ഞാൻ അകത്തേക്കൊന്ന് കയറിയതേ ഉള്ളൂ. പിന്നെ വന്ന് നോക്കുമ്പോ മുറ്റത്ത് ആളില്ല. വല്ലാണ്ട് പേടിച്ചു പോയി. ഇവിടെ പുതുതായിട്ട് വന്നവരാണോ? ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടേയില്ല. 3-4 മാസം ആയതേ ഉള്ളൂ. ഇന്നടാ മോന്റെ ബോള്. പോട്ടടാ, ബൈ. ഞാൻ പേര് ചോദിക്കാൻ വിട്ടു. അഖിൽ, അച്ഛന്ന് വിളിക്കാം. ശരി, പിന്നെ കാണാം. അത് നമ്മുടെ ട്രീസയല്ലേ? ഇടയ്ക്കൊക്കെ ഇവിടെ വരാറുണ്ട്. പുള്ളിക്കാരുടെ ഹസ്ബൻഡ് ഗൾഫിലാ. സ്നേഹിച്ച് കല്യാണം കഴിച്ചത്. മമ്മി, വല്ലതും കഴിക്കണ്ടാ? എനിക്ക് വിശന്നിട്ട് വയ്യ. ഈ ചേട്ടായി വന്നേ പിന്നെ മമ്മി എപ്പോഴും ചേട്ടായിയുടെ കൂടെയാ. ഇവൻ എപ്പോഴും കഴിക്കണം എന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ, ഇല്ലേ അമ്മേ? പരീക്ഷ എഴുതാതെ നടക്കുക ഡാഡിയുടെ പൈസ മുഴുവൻ കളയാൻ ഒരു MBBS കാരൻ.
ഡാഡിയുടെ കാശ് ഞാനാണോടാ കളഞ്ഞത്? നീ അല്ലേ ഡാഡിയെ തിന്നു മുടിപ്പിക്കുന്നത്? നീ എന്നെ കളിയാക്കല്ലേ? ഇനി മേലെ നീ പറയൂടാ, മേലെ പറയൂടാ നീ. എടാ ഫ്രാൻസി, നീ എന്തിനാടാ എപ്പോഴും അവനോടിങ്ങനെ? അത് വെറുതെ അമ്മേ, അവനെ ചുണ്ടി പിടിപ്പിക്കാനായിട്ട്. മനസ്സിലാക്കപ്പെടുന്നതിനേക്കാൾ മനസ്സിലാക്കുന്നതിനും ഫ്രാൻസി എന്നോട് ചോദിച്ച ചോദ്യം ഞാനും പലതവണ ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ഞാൻ ഈ രംഗം തെരഞ്ഞെടുത്തു? ഇന്നും മറ്റൊരാളെ തൃപ്തിപ്പെടുത്തുന്ന വ്യക്തമായൊരുത്തരം എനിക്ക് പറയാനില്ല. എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു ഈ ലോകത്തിന്റേതായിട്ട്. MD, ഡോക്ടറായ വൈഫ്, നല്ലൊരു കുടുംബജീവിതം, അങ്ങനെ പലതും. ഒന്നു പറയാം, ഹൃദയത്തിന് തീ പിടിച്ചാൽ എന്താകുമെന്ന് പറയാൻ കഴിയില്ല. ദൈവം വിളിച്ചാൽ മറുപടി കൊടുക്കാതിരിക്കാനും പറ്റില്ല. ഇപ്പോൾ ഞാൻ സംശയിക്കുന്നു, ഫ്രാൻസിയുടെ ഹൃദയത്തിനും തീ പിടിച്ചോന്ന്. വരൂ, പേടിക്കണ്ട. ദൈവമാണ് ആ തീ കൊളുത്തിയതെങ്കിൽ അത് ഊതിക്കത്തിക്കാനും അത് കെടാതെ സൂക്ഷിക്കാനും ദൈവത്തിനറിയാം. ദൈവം കൊളുത്താത്ത തീയൊന്നും നമുക്ക് സഹിക്കാൻ കഴിയില്ല ഫ്രാൻസി. അത് വഹിക്കാനുള്ള ത്രാണി അവിടുന്ന് തന്നെ തന്നുകൊള്ളും. ക്രിസ്ത്യാനിയായിട്ടും നിരീശ്വരവാദിയായ പ്രൊഫസർ ഒടുവിൽ തനിക്ക് മനസ്സിലാവാത്തൊരു സമസ്യയ്ക്ക് മുമ്പിൽ ദൈവത്തെ കൂട്ടുപിടിച്ചു. മികച്ചൊരു ഡോക്ടറായി തീരാൻ ആഗ്രഹിച്ച വേറൊരാൾ അതെല്ലാം ഉപേക്ഷിച്ച് ക്രിസ്തുവിൽ ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തി. ലൈഫ്, ഡെസ്റ്റിനി, അംബിഷൻസ്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്റെ മനസ്സിൽ ചോദ്യങ്ങൾ പെരുകുന്നു. ബട്ട് എനിക്കൊരു ഉത്തരവും കിട്ടുന്നില്ല. എന്നെ ആശ്വസിപ്പിക്കാൻ പറ്റുന്ന ഒന്നും. എനിക്ക് നീ പറയുന്നതും പറയാത്തതും ഒക്കെ മനസ്സിലാവുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തെ സംഭവം അത് തന്നെ വല്ലാതെ കുഴിച്ചു കളഞ്ഞു. ഒരു ചേഞ്ച്, അതാണിപ്പോ നിനക്ക് ആവശ്യം. ഏത് സങ്കടം വന്നാലും ഏത് സന്തോഷം വന്നാലും നീ പറയുക അമ്മയെ കാണണമെന്നല്ലേ. നീ ഇന്ന് വീട്ടിൽ പോക്കോ, അതാ നല്ലത്. നിന്റെ മനസ്സൊന്ന് ഫ്രീ ആവട്ടെ. ഇപ്പൊ ഈ വീക്കെൻഡിലുള്ള വരവ് തന്നെ ഇവനെ കാണാൻ വേണ്ടിയാ. പിന്നെ ഫ്രാൻസി, ടോണിച്ചായൻ അടുത്താഴ്ച വരും. ഇന്നലെ വിളിച്ചായിരുന്നു. ഇനി വന്നാ ഞാൻ തിരികെ വിളിയല്ല. ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടിയാ എല്ലാരെയും ഇട്ടെറിഞ്ഞ് ടോണിച്ചായന്റെ കൂടെ പോകുന്നത്. പക്ഷെ പണം ഉണ്ടാക്കാനുള്ള തത്രപ്പാടില്ല പുള്ളിക്കാരൻ. പണമില്ലാത്തതിന്റെ പേരിലാ എന്റെ വീട്ടുകാരെ എതിർത്തത്. അതിന്റെ ഒരു വാശിയാ. അപ്പൊ അടുത്തവണ വരുമ്പോ ആ മഹാനെ വിശദമായിട്ടൊന്ന് കണ്ടു കളയാം. 6 ആങ്ങളമാരുടെ ഒരു പുന്നാര പെങ്ങളെ വിവാഹം കഴിച്ച ധീരനല്ലേ. എനിക്ക് ചിലപ്പോ പ്രയോജനപ്പെട്ടേക്കും ആ ശിഷ്യത്വം. അത്ര റിസ്ക് ഒന്നും ഫ്രാൻസിക്ക് വേണ്ടി വരില്ല. കണ്ടറിയണം ചേച്ചി. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. അച്ഛൻ കുറെ നേരമായാലോ നടക്കാൻ തുടങ്ങിയിട്ട്. ഞങ്ങളൊന്നും ഇതുവരെ കേട്ടില്ല. അതിന് ഞാനൊന്നും പറഞ്ഞില്ല, അതുകൊണ്ടാ നിങ്ങൾ കേൾക്കാത്തത്. അതെ, അച്ഛന്റെ ഒരു തീരുമാനത്തിന് വേണ്ടിയാ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. അച്ഛന്റെ തീരുമാനം വൈകിയാൽ സംഗതി പാളുവേ. അതെ, അത് ശവവാ, അതവിടെ കിടന്ന് നാറും. അത് ആലോചിക്കാനും തീരുമാനിക്കാനും ഒന്നുമില്ല. നമ്മുടെ അപ്പനപ്പൂപ്പന്മാര് നല്ല മരണം വരിച്ച് അടക്കിയിരിക്കുന്ന സിമിത്തേരിയാ ഇത്. ഇവിടെ ഇത്തരക്കാരെ അടക്കാനുള്ള സ്ഥലമൊന്നുമല്ല. അതും എയ്ഡ്സ് വന്ന് ആത്മഹത്യ ചെയ്ത ഒരാളെ. നമ്മുടെ മക്കൾക്ക് തിരിയും പൂവും വെക്കാനുള്ള സ്ഥലം കൂടിയാ അത്. അതുകൊണ്ട് ഇവിടെ അടക്കാൻ പറ്റിയാൽ വരെ പറ്റിയല്ല. എന്റെ പൊന്നു ചാക്കോച്ചേട്ടാ, ഈ നമ്മളൊക്കെ എത്ര കാലം ഭൂമിയിലുണ്ടാകുമെന്ന് ആർക്കറിയാം. ഞങ്ങള് വല്ലപ്പോഴും സെമിത്തേരി വരൂ. പക്ഷെ അതുപോലെയാണ് അച്ഛന്റെ കാര്യം.
അച്ഛൻ സൂക്ഷിക്കണം. ഇതേ എയ്ഡ്സാ എയ്ഡ്സ്. നിങ്ങളൊക്കെ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? നിങ്ങളുടെയൊക്കെ ഒരു തെറ്റിദ്ധാരണകളെ. എന്ത് ധാരണയായാലും ശരി, പള്ളി സെമിത്തേരിയിൽ അവനെ അടക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. വല്ല ക്രിമിറ്റോറിയത്തിലും കൊണ്ടുപോട്ടെ. അവനെ സെമിത്തേരിയിൽ തന്നെ അടക്കണമെന്ന് ആർക്കെത്ര നിർബന്ധം? അത്തരക്കാർക്കുള്ളതാ തെമ്മാടിക്കുഴി. അതാ സഭയുടെ നിയമം. സഭയുടെ നിയമം? നിങ്ങൾക്കൊക്കെ അതേക്കുറിച്ച് എന്തറിയാം? നിയമം മനുഷ്യന് വേണ്ടിയാ, മനുഷ്യൻ നിയമത്തിന് വേണ്ടിയല്ല. അതാ ക്രിസ്തു പഠിപ്പിച്ചത്. തെമ്മാടിക്കുഴിയിൽ അടക്കാൻ വാശി പിടിക്കുന്നവരൊക്കെ സ്വന്തം മനസാക്ഷിയോടൊന്ന് ചോദിക്കുന്നത് നല്ലതാ. ബിഷപ്പിനെ തന്നെ വിളിക്കാം, വേണമെങ്കിൽ ഞാൻ തന്നെ വിളിക്കാം. പിതാവിന്റെ ബന്ധുവാ. തൽക്കാലം വേണ്ട. അതെ, ഇതൊക്കെ എനിക്ക് തീരുമാനിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഒപ്പം നിൽക്കാൻ ഒരാളുണ്ടെങ്കിൽ ടോണിയെ ഞാൻ സുബത്തിയിൽ അടക്കും. അച്ഛന്റെ ഒപ്പം ഞാനുണ്ട്. എന്നാ എതിർപ്പുള്ളവർക്ക് ഇവിടെ ഇരിക്കും. എന്റെ കൂടെ വരാൻ മനസ്സുള്ളവര് വാ. ഫ്രാൻസി, മോനെ ഫ്രാൻസി, ഐ എം സോറി. പോകുന്ന പോക്ക് കണ്ടില്ലേ അവന്റെ ഒരു ധിക്കാരേ. സ്നേഹിച്ചത് തെറ്റാണോ, വിശ്വസിച്ചത് തെറ്റാണോ, എനിക്കറിയില്ല. എനിക്കൊന്നും അറിയില്ല ഫ്രാൻസി. ആര് പറയുന്നതാ ശരി, ആര് പറയുന്നതാ നുണ, എനിക്കൊന്നും അറിയില്ല. ചിലപ്പോ ഞാൻ വിചാരിക്കും അത് ടോണി ആയിരുന്നില്ല എന്ന്. ടോണി വരുന്ന ഡേറ്റ് ആവുന്നതല്ലേ ഉള്ളൂ. മറ്റാരെങ്കിലും അങ്ങനെ ആയിരിക്കുമല്ലേ ഫ്രാൻസി? ഞാൻ ആരെയും ശപിക്കുന്നില്ല, ഞാൻ ടോണിയെ പോലും കുറ്റം പറയുന്നില്ല. ആർക്കും അവർ തെറ്റ് പറ്റാത്തത് അറിഞ്ഞുകൊണ്ടായിരിക്കില്ല, മനഃപൂർവ്വം ആയിരിക്കില്ല. എന്നാലും ടോണി എന്തിനാ എന്നോടിത് ചെയ്തത്? മഴ പെയ്യോ എന്തോ? ഓ, പെയ്യില്ലായിരിക്കും. എന്താ ഇന്ന് വളരെ നേരത്തെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞോ? ഓ, ആർക്കും പ്രാർത്ഥനയോട് വലിയ താല്പര്യമില്ലച്ചോ. ഭയങ്കര മടിയാ. വരാത്ത എന്താണെന്ന് ചോദിക്കുമ്പോ കർത്താവ് പറഞ്ഞിരിക്കുന്നത് കഥ കടച്ചിരുന്ന് പ്രാർത്ഥിക്കാനാ പറഞ്ഞിരിക്കുന്നതെന്ന്. പിന്നെ ഏത് ജഗത്താനും സ്വന്തം ഇഷ്ടം അനുസരിച്ച് ബൈബിളിലെ വാക്യം മാറ്റി പറയാൻ പറ്റുകയല്ലേ? അത് ശരിയാ. പിന്നെ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ, നമ്മുടെ ഇടവകയിൽ ഒരു മരണം സംഭവിച്ച കാര്യം. അവളുടെ കാര്യം ഇത്തിരി കഷ്ടത്തിലാ. കേറി ചെല്ലാൻ അവന്റെയോ അവളുടെയോ വീടില്ല. പോരാഞ്ഞ് ഗർഭിണി. നമ്മൾ വേണം അവൾക്കൊരു താങ്ങാവാൻ. സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ അവിടെയൊന്ന് പോണം. ഭാഷാപരവും സ്തുതിപ്പും മാത്രം പോരല്ലോ, പ്രവർത്തനവും വേണ്ടേ? കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടില്ലേ? പിന്നെ അച്ഛാ, ക്യാൻസർ, പനി, തലവേദന ഇങ്ങനെയുള്ള അസുഖങ്ങളുള്ളിടത്തേ ഞങ്ങൾ പോവാറുള്ളൂ. ഞങ്ങളെപ്പോലുള്ളവർക്ക് പോകാൻ പറ്റുന്ന സ്ഥലമാണോ അത്? അതും പറയാൻ കൊള്ളിയാത്ത അസുഖം. അച്ഛന് ഞങ്ങളോട് ഇത് എങ്ങനെ പറയാൻ തോന്നി അച്ഛാ? അച്ഛനെന്ന് ഞങ്ങൾ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചില്ല. അതിന് അവൻ അസുഖമുണ്ടെന്ന് കരുതി അവളെന്ത് പഴിച്ചു? അച്ഛൻ ഈ ലോകത്തെങ്ങും അല്ലേ അച്ഛാ ജീവിക്കുന്നത്? 4 മാസം മുമ്പ് ആവിനിങ് വന്നിട്ട് പോയത്. അവളിപ്പോ 3 മാസം ഗർഭിണിയാ. അവക്ക് മാത്രല്ല, ആ മിണ്ടാൻ വയ്യാത്ത ചെറുക്കൻ വരെ അസുഖാന്നാ നാട്ടുകാര് പറയുന്നേ. വാടി, നമുക്ക് പോവാം. ഫ്രാൻസി, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ആ സ്ത്രീയുടെ കാര്യം കഷ്ടം തന്നെ. ഇത്രയും ദിവസം ക്ഷമിച്ചു, അതെന്റെ സൗജന്യം. ഇനി ക്ഷമിക്കാൻ പറ്റില്ല. ഇവിടെ നിന്ന് ഇപ്പൊ ഇറങ്ങണം. ഇല്ലെങ്കിൽ ഇതിന്റെ പേര് ഞാൻ അബോധം കേൾക്കേണ്ടി വരും. ഇത്തരക്കാരെ വെച്ച് കുറിപ്പിക്കാൻ പറ്റിയ സ്ഥലമല്ല എന്റെ വീട്. എന്താങ്കിളിത്? ഈ രാത്രിയിൽ ഈ സ്ത്രീയും കുട്ടി എവിടെ പോകും? നമുക്കൊക്കെ ഒരു മര്യാദയില്ലേ? ഫ്രാൻസി ഇതിൽ ഇടപെടണ്ട. ഇത് ഈ കോളനിക്കാർ മൊത്തം എടുത്ത തീരുമാനമാണ്. നമ്മുടെ കോളനിയില് ഇത്തരക്കാരെ താമസിപ്പിക്കാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ ഈ കാണിക്കുന്നത് ശരിയല്ല, ഞാൻ സമ്മതിക്കില്ല. ഫ്രാൻസി വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. തന്നെ പോലുള്ള ഒരാൾക്ക് കയറി ഇറങ്ങാൻ പറ്റിയ വീടല്ല ഇത്, അതോർത്തു. ഈ സ്ത്രീയുടെ സ്ഥാനത്ത് നമ്മുടെ വേണ്ടപ്പെട്ടവരാണെങ്കിലോ? അതൊന്ന് ആലോചിച്ച് നോക്കി. ഉപ്പതി നിന്നോ വെള്ളം കുടിക്കും, അത് ആരായാലും. ഈ സ്ത്രീ എന്ത് പഴിച്ചു? അത് വെറുതെ പകരുന്നൊരു അസുഖമല്ല. അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? കൂടുതൽ മനസ്സിലാക്കാനൊന്നും നിൽക്കണ്ട. എന്തായാലും വീട് ഞാൻ പൂട്ടിയിട്ടുണ്ട്.
ആ പിന്നെ സാധനങ്ങളൊക്കെ എവിടെ എത്തിക്കേണ്ടത് പറഞ്ഞാൽ മതി, അവിടെ ഞാൻ എത്തിച്ചോളാം. അത്രയും മര്യാദയൊക്കെ എന്നിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ മതി. നിനക്ക് ഇത്ര നിൽക്കാറുമോ? ഇറക്കി വിടാ വിറ്റാളെ. അതേടാ, ഡാഡി തന്നെയാ പറയുന്നത്. നീ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചേ? ഇവളെയും കൊച്ചിനെ ഞാൻ അകത്ത് കയറ്റി പൊറപ്പിക്കുമെന്നോ? നീ എന്താ വിചാരിച്ചേ? എന്റെ വീടെന്താ കണ്ട തെണ്ടികൾക്കും മാറാ രോഗികൾക്കും അന്തി ഉറങ്ങാനുള്ള സത്രമോ? ഡാഡി, ഇവര് പിന്നെ എവിടെ പോകും? വല്ല വിഷവും മേടിച്ചു കൊടുക്കടാ. ഇങ്ങനെ എന്തിനാ ഇവറ്റകള് ജീവിച്ചിരിക്കുന്നത്? അമ്മ പറയുമ്പോ ഡാഡിയോട്. കേറിപ്പെടാത്ത ഒരു പുണ്യാളം വന്നിരിക്കുന്നു. റീസ, നീ വണ്ടിയെ കയറി. അച്ഛൻ നീ ഒന്നും പറയണ്ട, അറിഞ്ഞു. ഇവിടെ വന്നപ്പം ബാക്കിയും കൂടെ മനസ്സിലായി. എന്തായാലും നീ ഇപ്പൊ എന്റെ കൂടെ വരണ്ട, നാളെ കാണാം. റീസ, നീ വണ്ടിയെ കയറി. അപ്പൊ പീറ്ററെ, നാളെ കാണാം. ഫ്രാൻസി, ഞാൻ ഈ കേട്ടതൊക്കെ ശരിയാണോ? എനിക്ക് മനസ്സിലാവാത്തത് ഫ്രാൻസി എന്തിനിങ്ങനെ ഒരു റിസ്ക് ഏറ്റെടുക്കുന്നുവെന്നാ. അതിന് മാത്രം അവരാരാ ഫ്രാൻസിയുടെ? അമ്മയല്ല, സഹോദരിയല്ല, അടുത്ത ബന്ധുവല്ല, പിന്നെ ആര്? എന്തിന്? അതാ എനിക്ക് മനസ്സിലാവാത്തത്. ആരുമില്ലാത്തവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോ അത് ഈ ജീവിതത്തിന് പുതിയൊരർത്ഥം നൽകുന്ന പോലെ. ഫ്രാൻസി എന്താ അനാഥാലയം തുടങ്ങാൻ പോവാണോ? എന്റെ ഈ ജീവിതം മറ്റെന്തൊക്കെയോ ആയി തീരുമെന്ന് എനിക്ക് തോന്നുന്നു. എന്നുവെച്ചാ? ആനി, നമ്മൾ ഒരുമിച്ച് കണ്ട സ്വപ്നങ്ങളിൽ ഇനി ഞാനുണ്ടാവില്ല.
വേണ്ടച്ചോ, ഞങ്ങൾ തീരുമാനിച്ചു. റീഹാബിലിറ്റേഷൻ സെന്റർ, ഓർഫനേജ് ഒന്നും വേണ്ട. ഞങ്ങൾക്കൊരു വീടുണ്ട്. അവിടെ ഇന്നുവരെ ഒരു കുഞ്ഞിന്റെ കരച്ചിലോ പൊട്ടിച്ചിരിയോ ഇറന്നിട്ടില്ല. 19 വർഷം ഒരുമിച്ച് ജീവിച്ചിട്ടും ദൈവം ഞങ്ങൾക്ക് ആ സൗഭാഗ്യം തരാതിരുന്നു എന്തുകൊണ്ടാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അതിനു വേണ്ടിയായിരുന്നു. ഞങ്ങൾ കൊണ്ടുപോയിക്കൊള്ളാം, ഞങ്ങളുടെ മകളായിട്ട്, കൊച്ചുമക്കളായിട്ട്. കരയല്ലേ? ഇത്രയും ദിവസം കൊണ്ടൊരു ജന്മം മുഴുവൻ കരഞ്ഞു തീർക്കാനുള്ളത് കരഞ്ഞു തീർത്തവളല്ലേ നീ? ഇനി കരയരുത്. നിന്റെ വയറ്റിൽ വിടുന്ന കുഞ്ഞിനെ അത് ബാധിക്കും. അതെ, നീ ഈ കുഞ്ഞിനെ പ്രസവിക്കും. അവന് നമുക്ക് ഇമ്മാനുവേൽ എന്ന് പേരിടണം. ദൈവം നമ്മോടുകൂടെ. പോകാം മോനെ, നമുക്ക് പോകാം. ഓരോ അനുഭവവും ഓരോ പാഠമാണ്. പക്ഷേ ആ പാഠങ്ങളിൽ നമ്മൾ ഒതുങ്ങിപ്പോരുന്നു. അത് നമ്മൾ വളർത്തണം, മറ്റുള്ളവരുടെ വളർച്ചയ്ക്ക് വേണ്ടി. നിനക്ക് ചെയ്യാൻ ഒരുപാടുണ്ട്. അതിവിടെ മാത്രം ഒതുങ്ങിപ്പോരുന്നു. വരട്ടെ? ശരി അച്ഛൻ. വരുന്നില്ല, വേണ്ട, ഞങ്ങള് പോവാ. ബൈ. ഫ്രാൻസേ, നീ ഇതെന്ത് ഭാവിച്ച? പഠിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ വേണ്ട. വല്ല പാട്ടോ കൂത്തോ എന്തിനാന്ന് വെച്ചാ പോ. ഇത് വെറുതെ ഏതു നേരവും വീട്ടിനകത്തിരുന്ന് നിനക്കെന്താ പറ്റിയേ? മക്കളെക്കുറിച്ച് സ്വപ്നങ്ങളുള്ള ഒരപ്പന്റെ വേദന നിനക്കറിയില്ല. സ്വർഗത്തിലും ഭൂമിയിലും എനിക്കിനി ഒരു പിതാവേ ഉള്ളൂ. ഞാനിതെന്താ കേൾക്കുന്നത്? നിനക്കെന്താ തലയ്ക്ക് വെളിവില്ലാതായോ? ഇതെല്ലാം മരിച്ചുപോയ എന്റെ അപ്പന്റെ പണിയാ. ഇവനെ ഒരു പുണ്യാളച്ചനാക്കണമെന്നായിരുന്നു അതിയാന്റെ പൂതി. തെണ്ടിത്തിരിഞ്ഞിരുന്ന ഏതോ ഒരു പുണ്യാളച്ചന്റെ പേരിട്ടപ്പോഴേ ഞാൻ കരുതിയതാ ഇവന്റെ വഴി തെറ്റിന്ന്. നിനക്ക് ജീവിതം ഒരു തമാശയാണെന്നായിരുന്നു ഞാൻ ഇതുവരെ കരുതിയിരുന്നത്. പാട്ടും പ്രശസ്തിയും പിന്നെ കുറച്ച് റൊമാൻസും, അതിനെ മൂടി പിടിപ്പിക്കാൻ ഒരു MBBS ബിരുദവും, അങ്ങനെ ഞാൻ കരുതിയുള്ളൂ. പക്ഷേ ഇപ്പോ നിന്റെ ഈ ചേഞ്ച്, ഐ എം റിയലി അപ്രീഷിയേറ്റ് യു. നിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരാൾ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. സിനിമയിലൊക്കെ പറയുന്ന പോലെ എ സോഷ്യൽ റിഫോമർ. ഐ ആം വിത്ത് യു. നീ ഈ പറയുന്ന പോലെയൊക്കെ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ എന്ത് ചെയ്യുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഫീൽ. അത് നീ പറയുന്ന പോലെ വിപ്ലവമൊന്നല്ല, അങ്ങനെയൊന്നും എന്റെ മനസ്സിലുമില്ല. ഏത് പ്രവൃത്തിയും ദൈവത്തിനു വേണ്ടി കൂടി ചെയ്യുമ്പോൾ അത് കൂടുതൽ സുന്ദരമാവില്ലേ? നന്മയുള്ള പ്രവൃത്തികളിൽ ദൈവമുണ്ട്. ഐ അഗ്രി വിത്ത് യു. പക്ഷേ അത്തരം പ്രവൃത്തികൾക്ക് മതത്തിന്റെ മുഖം നൽകേണ്ടതില്ല. ദാറ്റ്സ് മൈ പോളിസി. ദൈവത്തിനു വേണ്ടി മറ്റുള്ളവരെ സ്നേഹിച്ചു തുടങ്ങിയപ്പോൾ ഉടുതിന് പോലും അഴിച്ചുകൊടുത്ത ഒരു മനുഷ്യനെ പറ്റി നീ കേട്ടിട്ടുണ്ടോ? സെന്റ് ഫ്രാൻസിസ്. അതുപോലെ ഒരാളെ മറ്റൊരിടത്തും ഞാൻ കണ്ടിട്ടേയില്ല. അദ്ദേഹത്തിന്റെ ആ ഹൃദയ സൗന്ദര്യം അതെന്നെ ഒരു കാറ്റ് ഇലയെ കൊണ്ടുപോകുന്നത് പോലെ എവിടേക്കോ കൊണ്ടുപോകുന്നു. ഫ്രാൻസി, ഫ്രാൻസി, ഇവനിതെവിടെ പോയി? ഫ്രാൻസി, ഫ്രാൻസി, ഈ ചെറുക്കനെന്താ ഇങ്ങോട്ട്? മോനെ ഫ്രാൻസി, 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 മമ്മി, ചേട്ടായി പോയി മമ്മി. എന്നോട് പറഞ്ഞായിരുന്നു. പോയെന്നോ? എങ്ങോട്ട്?
പ്രത്യാശയും അന്ധകാരമുള്ളിടത്ത് പ്രകാശവും സന്താപമുള്ളിടത്ത് സന്തോഷവും ഞാൻ വിതയ്ക്കട്ടെ നാഥ. ഓ ദിവ്യനാഥ, ആശ്വസിക്കപ്പെടുന്നതിനേക്കാൾ ആശ്വസിപ്പിക്കുന്നതിനും മനസ്സിലാക്കപ്പെടുന്നതിനേക്കാൾ മനസ്സിലാക്കുന്നതിനും